സാംസൺ ബനിയനും ചട്ടികളും ഉപയോഗിക്കുക. കണ്ടവുടൻ ജനങ്ങൾ അത് കൊണ്ട് ഓടണം. ഇലക്ട്രിക് അണ്ടർവെയർ നിന്ന് കൊടുത്താൽ മതി മക്കളെ, താനെ വന്ന് കേറിക്കോളും. അതാണ് സാംസൺ. എടാ അണ്ടർവെയർ കൊണ്ടുപോടാ, എടാ കൊണ്ടുപോവാ, എടുത്തിട്ട് പാടാ. ബ്രോ അണ്ടർവെയർ കൊണ്ടുപോവാ. എടാ ഓടി വന്ന് കേറുമെന്ന് പറഞ്ഞിട്ട് കേറുന്നില്ലല്ലോ, ഒന്ന് എടുത്തിട്ട് പാടാ പ്ലീസ്. ഇവനെ എന്തോന്നറായി ടർക്കിയാണോടാ? എങ്ങനെ ഉഷാറാ? ആ എന്തെങ്കിലും ആട്ടെ. എന്തോ കുറവുണ്ടല്ലോ. കണ്ടാ അറിയില്ലേ? കഴുത്തില് ചെയിനില്ല, മൂക്കില് മൂക്കുത്തിയില്ല, കാതില് ജിമികയില്ല, പിന്നെന്താ ഉള്ളത്? നിങ്ങൾ രണ്ടും കള്ളന്മാരല്ലേ? കട്ടോണ്ട് പോയാലോ? അതുകൊണ്ട് വേണ്ട. എവിടേക്ക്? ഇന്നൊരു 10 പവന്റെ ചെയിനെങ്കിലും എന്റെ കൈ വന്നില്ലെങ്കിലേ നിന്റെ മരണം എന്റെ കൈ ഉണ്ടായിരിക്കും. കേറാ കേറാ കേറ്. അപ്പൊ ഇനി കോഴിക്കോടും മിഠായിത്തരി വലിയ കാര്യം. പോട്ടെ പോട്ടെ. എന്താണ് എന്ത് വെച്ചടാ? നിർത്ത്. നിങ്ങളിങ്ങനെ തള്ളി കളിച്ചാലോ? ഞാൻ സെന്ററിൽ ഇരിക്കില്ല. ഞാനങ്ങ് വന്നോളാം. നീ ആരടാ എവന്റെ ഒരു ജാട? ഏയ് വന്ന് കേറിയിരിക്കടാ മഹാനെ. അത് നടക്കില്ല, ഞങ്ങളില്ലാതെ നീ ഒറ്റക്കോ? കേറാ. എടാ ചന്ദ്ര, ഇത് നിന്റെ മറ്റോളല്ലേ? നീ പോയാ വിശേഷമൊക്കെ ഒന്ന് ചോദിച്ചിട്ട് വാടാ. ഹലോ മാഡം, ഹലോ, മുടി തോർത്തിക്കോ ഇതുകൊണ്ട്. മാഡം ഹലോ. മുടിയിന്ന് നല്ലോണം വെള്ളം പോണുണ്ടല്ലോ. കുളിച്ചിട്ട് തോർത്താതെയാണാ മോളെ പോന്നത്. പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ. ആരാടി ഇടിയറ്റ്? വീഴിഞ്ഞ് തലേം തോർത്താതെ വന്നിട്ട് റോട്ടിൽ വന്ന് അവൻ ഷോ കാണിക്കണം. ഇങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാലേ ഞങ്ങളൊക്കെ എന്തെങ്കിലും പറയും. നീ ഒന്ന് പോടി കൊടുക്കും. ബ്രോ, നമ്മൾ ഈ വണ്ടിയിൽ തിങ്ങി നിരങ്ങിയല്ലേ പോണത്. ആ വണ്ടിയിൽ ഇഷ്ടം പോലെ സ്ഥലം. ഞാൻ അതിൽ വരട്ടെ? എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവളുടെ ഭർത്താവിനത് പ്രശ്നമാകും. പറ്റുമെങ്കിൽ പോയി കയറ്. പോട്ടെ പോട്ടെ പോട്ടെ, നമുക്ക് അപ്പുറത്ത് ചെയ്ത് കയറാളാ. ഒരു മൂക്കടച്ചു നല്ല ഇടത് കൈ ഉയർത്തു, ഇനി വലത് കൈ ഉയർത്തു. ശ്വാസം മെല്ലെ വിട്ട് കാലിൽ കൈകൊണ്ട് തൊടാൻ നോക്കൂ. കുനിയട്ടെ, എല്ലാവരും കുനിഞ്ഞു. അങ്ങനെ ഇനി തിരിഞ്ഞിരിക്കൂ. റിലാക്സ് ചെയ്യൂ. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞിരിക്കും.
ഇനി നാളെ കാണാം. എന്റെ അമ്മ. എന്താ ഇവിടെ നിൽക്കുന്ന? ഇവരൊരാൾ ഇറങ്ങിയ പിന്നെ ആർക്കൂടെ പോകാൻ പറ്റില്ല. ശാന്തേ, നിനക്ക് പോണോ? വാ. ഇല്ല ഇല്ല, ഞാൻ വരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് എന്റെ കൈ മുഴുവൻ വേദനയായിരുന്നു. രൂപേ, യോഗ ക്ലാസ്സിനേക്കാളും നല്ലത് എയറോബിക്സിൽ ജോയിൻ ചെയ്യുന്നതാ. മാസത്തിൽ 45 കിലോ കുറയോ അത്രേ. അയ്യോ ശാന്തേ, ഞാൻ അതിനും പോകുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം ചുറ്റുമ്പോഴേക്കും അത് 4 പ്രാവശ്യം ചുറ്റും. കുറച്ചുകൂടി സ്ലോ ആക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാ മാഡം, 45 കിലോന് മുകളിലുള്ളവർക്ക് ഇവിടെ ഇങ്ങനെ പറ്റുമെന്നും നിങ്ങൾ വീട്ടിൽ പോയിട്ട് സാവധാനം ചെയ്ത് നോക്കിയാൽ മതിയെന്നും. മച്ചു, ഹലോ മാഡം, നോക്ക് താഴെ താഴെ എന്താ? കാലിന്റെ അവിടെ. എന്താ? മാഡം ഈ ചെയിൻ നല്ലതാണ് നോക്കട്ടെ. കുട്ടാ, അത് നോക്ക്, മാഡം ഓടി വരുന്നത് കണ്ടോ? നീ ശരിക്കും എന്നെ ഓടി വന്ന് പിടിക്കുകയാണെങ്കിൽ ഈ മാല തരും. വാ മോളെ, നിന്നെ കാണുമ്പോഴേ ഒരു പഴയ സിനിമാ പാട്ടാ ഓർമ്മ വരുന്നത്. അവൾ നടന്നാൽ ഭൂമി കുലുങ്ങും, അവൾ ഇരുന്നാൽ ഭൂമി. ആ ശരി, പൊയ്ക്കോളൂ. നമസ്കാരം മാഡം. സാർ എവിടെ ഉള്ളിലുണ്ട്. ആ സ്വീറ്റി, എന്തു പറ്റി മോളെ? ഞാൻ സ്കൂട്ടറിൽ കയറാൻ നോക്കുമ്പോ ആരോ 2 പേര് വന്ന് എന്റെ മാല പൊട്ടിച്ചോണ്ട് പോയി. എവിടെ? യോഗ ക്ലാസിന്റെ അടുത്ത് വെച്ച്. ഈ കള്ളന്മാർക്ക് എന്റെ ഭാര്യയുടെ ചെയിൻ കക്കാൻ മടിയില്ലല്ലോ. ഓക്കെ സ്വീറ്റി, ഓക്കെ, പ്ലീസ് കരയണ്ട. അവരെ 24 മണിക്കൂറിനുള്ളിൽ ഞാൻ പിടിച്ചുകൊണ്ടുവരും. ഞാൻ കരയുന്നത് അതിനല്ലെന്നേ. പിന്നെ അവര് പറഞ്ഞു നീ ഓടി ഓടി വന്നാ നിനക്ക് ചെയിൻ തിരിച്ചു തരാന്ന്. എന്നിട്ട് എന്നെ ഓടിച്ച് ഓടിച്ച് അവൾ നടന്നാൽ ഭൂമി കുലുങ്ങും, അവൾ ഇരുന്നാൽ ഭൂമി പിളരുമെന്ന പാട്ടും പാടി. അതേത് സിനിമയിലാണെന്ന് മാഡത്തിന് അറിയാവോ? ഏയ് പോടാ, പോയാ കംപ്ലൈന്റ് ഒക്കെ എടുത്തിട്ട് വാ. ശരി സാർ. സിറ്റി വാ, സങ്കടപ്പെടണ്ട, വാ വീട്ടിലേക്ക് പോ. വാ, നോക്ക്, അവരെന്തെങ്കിലും ആകട്ടെ, നിനക്ക് ഞാനുണ്ടല്ലോ. നീ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. നിനക്ക് ഞാനില്ലേ. നീ ഇപ്പൊ സമാധാനമായിട്ട് വീട്ടിലേക്ക് പോ പ്ലീസ്. ഓക്കെ, കൂൾ, ബൈ. സാറേ, കംപ്ലൈന്റ് ബുക്ക് ഞാൻ അറിയാതെ ചിരിച്ചു പോയതാ. സോറി സാർ. ചേട്ടാ, ഒരു സ്പെഷ്യൽ ചായ, 2 ലൈറ്റ് ചായ. സ്പെഷ്യലും ഇല്ല, നോർമലും ഇല്ല, എല്ലാവർക്കും ഒരേ ചായ, ഒരു ഗ്ലാസ് ചായ വേണോ? ഗ്ലാസ്സിലാണോ ചായ എടുക്കണത്? അല്ല, കുപ്പിയിൽ. ബ്രോ, സാറ് രാവിലെ ചിത്രം വരച്ച് വരച്ച് ഫുൾ ടയർഡായിരിക്കും. നിനക്കേറെ സാധാരണ മനുഷ്യനായിട്ട് തോന്നിയോ ബ്രോ? എല്ലാ പത്രങ്ങളിലും വരുന്ന കാർട്ടൂണില്ലേ വരക്കുന്ന ആർട്ടിസ്റ്റ് ആയത്. അതെയോ? ഒരു മിനിറ്റ് സമയം എന്താ സാറേ, വേഗം ചായ തരാം. വേണോ വേണ്ടെന്നുള്ളതല്ല, താൻ എന്ത് കൊടുത്താലും സാറ് കുടിക്കും. സാറ് സാധാരണ മനുഷ്യനേ അല്ല, സിമ്പിളനാ. ഇതാണ് സ്പെഷ്യൽറ്റി. ഒരു സീറ്റ് തന്നെ. അല്ല, ഈ സാർ ഏത് നാട്ടുകാരനാ? ഏത് നാട്ടുകാരനായാലും എന്താ നിനക്ക്? നീ അയാൾക്ക് കല്യാണം ആലോചിക്കുന്നുണ്ടോ? അത് വിട് സാറേ, ഞാൻ അറിഞ്ഞ എന്താ കുഴപ്പം? ചുറ്റുവട്ടത്തുള്ള ഒരു സ്ഥലവും വിടണ്ട, എല്ലാം കവർ ചെയ്ത് നമ്മുടെ അണ്ടറിലാക്കണം. ഇതെന്താ എങ്ങനെ? ഏയ് നോക്ക്, ഒരാളെ ഒഴിവാക്കരുത്. എല്ലാ വെഹിക്കിൾസും ചെക്ക് ചെയ്യണം. ഈ കള്ളന്മാരെ എവിടുന്ന് അവരെന്ന് കണ്ടുപിടിക്കണം. ഇവന്മാരത് എവിടുന്നാ വരുന്നത്? ഇങ്ങോട്ട് ഓടാ. ഓടിക്കോളൂ.
താങ്ക് യു. വെൽക്കം സർ. വെൽക്കം. വരൂ സിറ്റി. ഹായ്. ഹായ്. ആ ഹലോ. Cheers. ഭയങ്കര ബിസിയാണല്ലോ സാർ. ആ ഹായ് മാം. ഹായ്. മാഡം. ദേ അങ്ങോട്ട് നോക്കി ശരിക്കും ആലപ്പുഴ ശരി കേട്ടോ. ഒരു മിനിറ്റ് പോരാ. വൈകുന്നേ കൊച്ചു ആനക്കുട്ടിനെ പോലെയുണ്ട്. സ്വീറ്റി എന്തു പറ്റി മോളെ? ഓ ക്യാരിക്കേച്ചറാ? ആരാ വരച്ചേ? ഓ ആ നോക്ക്, നന്നായിട്ടുണ്ടല്ലോ, നന്നായി വരച്ചിട്ടുണ്ടല്ലോ. ഒരു നിമിഷം ഞാനൊന്ന് കാണട്ടെ. വാ വരൂ. ഹായ്. ഹലോ ജെന്റിൽമാൻ. ഹായ് സർ. നന്നായി വരച്ചിട്ടുണ്ടല്ലോ. നിന്റെ പേര്? കാന്തേഷ്. ആ കാന്തേഷ്. കാന്തേഷ്. വളരെ നന്നായി വരച്ചിട്ടുണ്ട്. അവള് വരയ്ക്കാൻ നിന്നോട് നിർബന്ധിച്ചോ? പിന്നെ അവൾ എന്റെ ഭാര്യ. ഇത്രയും ജനങ്ങളുടെ മുന്നിൽ വെച്ച് നീ അവളെ അപമാനിച്ച് കരയിച്ചു അല്ലേ? ഇല്ല സർ. പുറത്തിറങ്ങിയാൽ നമുക്കൊന്ന് കാണാം. നിനക്ക് നല്ലൊരു ട്രീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ കാന്തേഷ്, ഓക്കെ അല്ലേ? സർ. ബൈ ബൈ. ഹേയ് കമാൻ സിറ്റി. ആ വാ നടക്ക്. എന്തിനാ ദേഷ്യപ്പെടുന്നേ? വരൂ, എല്ലാരും ശ്രദ്ധിക്കൂല്ലേ? വരൂ.